Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. സൗണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് വായിച്ചു നോക്കിയൊന്ന്. കമ്പോണൻസ് ആണല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഏതൊക്കെയായിരുന്നു കമ്പോണൻസ്? ക്വാളിറ്റി മാനേജ്മെന്റ് കമ്പോണൻസ് ഏതൊക്കെയായിരുന്നു? വായിച്ചില്ലേ? Process to service. Technical components. Efficiency. Effectiveness. അങ്ങനെ 9 കോമ്പിനേഷൻസ് കമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. കണ്ടിന്യൂറ്റി എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആക്സസ്, ടെക്നിക്കൽ കോമ്പിറ്റൻസ്, ഇക്വിറ്റി, ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, കണ്ടിന്യൂറ്റി, സേഫ്റ്റി, ലാസ്റ്റ് വൺ ഇന്റർപേഴ്സണൽ റിലേഷൻസ്, ലാസ്റ്റ് വൺ ആണ് ഇമ്മ്യൂണിറ്റീസ്, ഫെസിലിറ്റീസ്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഓക്കെ, 1 മിനിറ്റ് മ്യൂട്ട് ആക്കട്ടെ കേട്ടോ. ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി. The health staffs, health manager, clients and community are all stakeholders. Stakeholders എന്ന് പറഞ്ഞാൽ ആരാണ്? Stakeholders പങ്കാളികൾ കേട്ടോ, പങ്കാളികള്. In the service delivery എന്താണ് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് പങ്കാളികളാണെന്നാണ് കേട്ടോ. അപ്പോ ഇങ്ങനെ ഹെൽത്ത് സ്റ്റാഫ്സ്, ഹെൽത്ത് മാനേജേഴ്സ് ഉണ്ട്, ക്ലയൻസ്, അതുപോലെ കമ്മ്യൂണിറ്റി, ഇവരെല്ലാം ഒരു സർവീസ് കൊടുക്കുന്നതിന്റെ പങ്കാളികളാണ്. ഇവരെല്ലാവരും ഒരു സർവീസ് കൊടുക്കുന്നതിന്റെ പങ്കാളികളാണ്. Each of these group may hope for different things from health services. അതുപോലെ തന്നെ പലർക്കും പല കാഴ്ചപ്പാടുകളാണല്ലോ ഉള്ളത് അല്ലെ. ഇപ്പൊ എന്താണ്, എന്റെ കാഴ്ചപ്പാടായിരിക്കില്ല കാർത്തികയ്ക്ക് ഉള്ളത്, കാർത്തികയുടെ കാഴ്ചപ്പാടായിരിക്കില്ല ശ്രീലക്ഷ്മിക്ക് ഉള്ളത് അല്ലെ. ഇങ്ങനെ പലർക്കും എന്താണ് പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഹെൽത്ത് സ്റ്റാഫിനുള്ള കാഴ്ചപ്പാടായിരിക്കില്ല ഹെൽത്ത് മാനേജർക്കുള്ളത്, അതുപോലെ മാനേജർക്കുള്ള കാഴ്ചപ്പാടായിരിക്കില്ല ക്ലയന്റിനുള്ളത്. പലർക്കും പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. ഇനി നോക്കാം പേഷ്യന്റ് ഓർ ക്ലയന്റ്. പേഷ്യൻസിന്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സർവീസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയുള്ള കാഴ്ചപ്പാടാണ് അവരുടെ പോയിന്റ് ഓഫ് വ്യൂല് എന്തൊക്കെയാണെന്ന് നോക്കാം. Research done in different parts of the country reveals that our patients or clients require service that എന്തൊക്കെയാണ് പല കൺട്രീസ് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ട് ഗവേഷണം നടത്തിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പേഷ്യൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ are delivered on time by friendly. എന്താണ് സർവീസ് കൊടുക്കുന്നത് കറക്റ്റ് ടൈമിൽ കൊടുക്കണം. പേഷ്യൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത് കേട്ടോ. സർവീസ് കൊടുക്കുന്നത് കറക്റ്റ് ടൈമിൽ കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ് അല്ലെ, സ്റ്റാഫിനോട് അതുപോലെ തന്നെ പേഷ്യൻസിനോടായാലും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, റെസ്പെക്റ്റോടുകൂടി പെരുമാറണം. റെസ്പെക്ട്ഫുൾ സ്റ്റാഫ് ആയിരിക്കണം. സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട്, നല്ല രീതിയിലുള്ള പോസിറ്റീവ് റിസൾട്ട് പേഷ്യൻസിന് കൊടുക്കുക.
അതുപോലെ തന്നെ എന്താണ് ആൻഡ് ദേ ക്യാൻ അഫോർഡ് എന്ന് പറഞ്ഞാല് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പോസ്റ്റുകൾ വരും അല്ലെ. അപ്പൊ എന്താണ് സാധാരണക്കാരന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പോസ്റ്റ് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് പ്രൊവൈഡ് ദം വിത്ത് സഫിഷ്യന്റ് ഇൻഫർമേഷൻ അബൌട്ട് their condition and treatment. പേഷ്യൻസിന് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവർ ചോദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ട്രീറ്റ്മെന്റിന്റെ ബേസിലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷന്റെ ബേസിലായിരിക്കാം അവർ ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ഇനി എന്താണ് പ്രൊവൈഡ് ദം വിത്ത് ഓൾ ഡ്രഗ്സ് റിക്വയർഡ്. ഇനി അവർ കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡ്രഗ്സിന്റെ വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് പ്രൈവസി, അവർക്ക് സ്വകാര്യത ഉറപ്പുവരുത്താം. വിത്തിൻ their research distance and given a language they can understand. ഇനി അവർക്ക് ഒതുങ്ങുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ലാംഗ്വേജ് അങ്ങനെ ആയിരിക്കണം അതിലായിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ OPD-യിലൊക്കെ പഠിച്ചിട്ടായിരുന്നു അല്ലെ, പലർക്കും പല ഭാഷയായിരിക്കും. ഫോറിനേഴ്സ് ഒക്കെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്താണ് അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആയിരിക്കണം ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത്. അതുപോലെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനായാലും എന്താണ് ചെയ്യേണ്ടത്, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മള് കുറെ കാര്യങ്ങൾ അവരുടെ ഭാഷയിലായിരിക്കണം നമ്മള് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് പോയിന്റ് ഓഫ് വ്യൂമായിട്ട് ബന്ധപ്പെട്ടത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് the health staff or provider. ഹെൽത്ത് സ്റ്റാഫ് എന്ന് പറയുന്നുണ്ട്, ഹെൽത്ത് പ്രൊവൈഡർ എന്ന് പറയും കേട്ടോ. ഓക്കെ, അവിടെ ഓർ ഇട്ട് കൊടുത്തിട്ടുണ്ടോ? ഹെൽത്ത് സ്റ്റാഫ് ഓർ ഹെൽത്ത് പ്രൊവൈഡർ എന്നുള്ളത് ഓർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർ ഇട്ട് കൊടുക്കാം. ഹെൽത്ത് സ്റ്റാഫ് ഓർ ഒരു സ്ലാഷ് ഇട്ട് കൊടുത്താൽ മതി. ഹെൽത്ത് പ്രൊവൈഡർ എന്നും പറയുന്നുണ്ട്. ഹെൽത്ത് പ്രൊവൈഡർ ക്യാൻ പ്രൊവൈഡ് ക്വാളിറ്റി കെയർ. എന്താണ് ഹെൽത്ത് പ്രൊവൈഡർ ഇല്ലേ? മനസ്സിലായില്ല? ഹെൽത്ത് സ്റ്റാഫിനെ ഹെൽത്ത് പ്രൊവൈഡർ എന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഹെൽത്ത് സ്റ്റാഫ് എന്ന് പറഞ്ഞാലും ഹെൽത്ത് പ്രൊവൈഡർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഇനി ദ ഹെൽത്ത് പ്രൊവൈഡർ ക്യാൻ പ്രൊവൈഡ് ക്വാളിറ്റി കെയർ ഇഫ് he or she has sufficient knowledge and skills. ഇവർക്ക് എന്ത് വേണം? ഹെൽത്ത് സ്റ്റാഫിനായാലും ഹെൽത്ത് പ്രൊവൈഡേഴ്സിനായാലും എന്താ വേണ്ടത്? നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് എന്തൊക്കെ വേണം? സഫിഷ്യന്റ് നോളജ് വേണം, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്കില്ലും വേണം അല്ലെ. സ്കില്ല് വേണം, അതുപോലെ തന്നെ സഫിഷ്യന്റ് മതിയായ രീതിയിലുള്ള നോളജ് ആവശ്യമാണ്. Dedicate resource staff, drugs, supplies, equipment, transport, etc. and safe and clean working environment. Okay, നമുക്ക് നോക്കാം. അവർക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള റിസോഴ്സസുകൾ, അതുപോലെ മരുന്നുകള്, സപ്ലൈസ്, മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ് ഇതൊക്കെ ചെയ്യാൻ വേണം അല്ലെ. നല്ല രീതിയിൽ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽത്ത് സ്റ്റാഫിന് അല്ലെങ്കിൽ പ്രൊവൈഡേഴ്സിന് ലഭ്യമാക്കി കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എന്താണ് ഒരു ക്ലീൻ ആയിട്ടുള്ളതും സേഫ് ആയിട്ടുള്ള വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യാം. Opportunity to frequently improve himself or herself is well paid and rewarded for good work. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റിയോടെയുള്ള കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, അവസരം കൊടുക്കാം സ്റ്റാഫുകൾക്ക്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വർക്കാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം? റിവാർഡ് കൊടുക്കണം. റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരിതോഷികം. ഓക്കെ, അങ്ങനെയുള്ള റിവാർഡുകൾ നല്ല ഗുഡ് വർക്കാണ് ആ സ്റ്റാഫ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അതിനുള്ള റിവാർഡ് പ്രൊവൈഡ് ചെയ്യാം. എന്താണ് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ ആണെന്ന് പറയാൻ പറ്റുമോ അല്ലെ. ഇങ്ങനെ റിവാർഡൊക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ ആണ് കിട്ടുന്നത് അവർക്ക്. അപ്പൊ നല്ല രീതിയിൽ അവരുടെ വർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കാനായിട്ട് സഹായിക്കും. ഇനി എന്താണ് ദ ഹെൽത്ത് കെയർ മാനേജർ. Okay, the health care manager considered quality care as ഇനി ഇവർക്ക് എന്തൊക്കെയാണ് വേണ്ടത്? മാനേജിങ് എഫിഷ്യന്റ്ലി the resources of the health facility. നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് മാനേജ് ചെയ്യാം, റിസോഴ്സസ് ഒക്കെ കാര്യക്ഷമമായിട്ട് മാനേജ് ചെയ്യാം. ഇനി എന്താണ് ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് സെറ്റ് ടാർഗറ്റ്. ഹെൽത്ത് സ്റ്റാഫുകൾക്ക് അവരുടേതായിട്ടുള്ള ജോലികളൊക്കെ ഉണ്ടാവും അല്ലെ.
ഏതാണ് ടെസ്റ്റിൽ ഇല്ലാത്തത്? എന്താ പ്രശ്നം? ഏത് സെന്റൻസ് ആണ് ടെക്സ്റ്റിൽ ഇല്ലാത്തത്? ഇപ്പോ പറഞ്ഞതോ? ഹെൽത്ത് കെയർ മാനേജറിന്റെ ആണോ? ഫസ്റ്റ് സെന്റൻസ് ആണോ? The health care manager considered quality care. അല്ല, പിന്നെ ഏതാണ്? ഞാൻ അൺമ്യൂട്ട് ആക്കാം കേട്ടോ, ഒന്നും പറയോ? അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഏതാ ഇല്ലാത്ത? ഏതാ ഇല്ലാത്തെന്ന് പറയോ? അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട് മിസ്. പോയോ ഹംസ? കറക്റ്റ് ആണോ? ടെക്സ്റ്റിൽ നിങ്ങളുടെ കറക്റ്റ് ആണോ കിടക്കുന്നത്? ഇത് കറക്റ്റ് ആണോ? ഇല്ല. ഓക്കെ, അപ്പൊ സഫിയുടെ സഫിയല്ല, ഹംസനയിലായിരിക്കും തെറ്റ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്ക്രീൻ നോക്കിയിട്ടൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. ടെക്സ്റ്റിൽ ഇല്ലെങ്കിൽ ബാക്കി എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണേ. ആ പോയിന്റ് ഒന്നും കൂടി ഒന്ന് വായിക്കുവോ? സ്ക്രീൻ വലുതാക്കിയാൽ മതിയോ? ഏതാണ് പോയിന്റ് എന്ന് മിസ്സിന് മനസ്സിലായില്ല. ഏതാണെന്നുള്ളത് ഹെൽത്ത് കെയർ മാനേജറിന്റെ ആണോ ഇല്ലാതെ? അതൊന്ന് വായിക്കാവോ? ഒന്നും കൂടി ഒന്ന് വായിക്കാവോ? ഒന്നുകൂടി വായിക്കണോ? ഓക്കെ. ഓപ്പർച്യൂണിറ്റി ടു ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന്റെ ആണ് കേട്ടോ. ഹെൽത്ത് സ്റ്റാഫ് ഓർ ഹെൽത്ത് പ്രൊവൈഡറിന്റെ ലാസ്റ്റ് സെന്റൻസ് ആണ് ഇല്ലാത്തതെന്ന് പറഞ്ഞു. കൂടി വായിക്കാം. ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ്. അതാണോ ഇല്ലാത്തത്? ഓക്കെ, എഴുതിയെടുത്തോളൂ. സ്ക്രീൻ നോക്കി എഴുതിയെടുത്തോളൂ. Opportunity to frequently improve himself or herself, is well paid and rewarded for good work. കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ വലുതാക്കണോ ഇനി? പറ്റുന്നുണ്ട്. ഓക്കെ, ഞാൻ വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എഴുതി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ മിസ്സിനോട്. ഓക്കെ, ഫിനിഷ് ആയോ? ഓക്കെ, അപ്പൊ തേർഡ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. ഹെൽത്ത് കെയർ മാനേജ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു മാനേജിങ് എഫിഷ്യന്റ്ലി the resources of the health facility. നല്ല രീതിയിലുള്ള റിസോഴ്സുകളൊക്കെ ഹോസ്പിറ്റലിന്റെ വിഭവങ്ങൾ റിസോഴ്സുകൾ മാനേജ് ചെയ്യുക ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ എന്താണ് ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് സെറ്റ് ടാർഗറ്റ്സ്. അവർക്ക് കുറച്ച് വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ ഹെൽത്ത് സ്റ്റാഫിനൊക്കെ. അപ്പൊ നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ടോ, അവരുടെ വർക്ക് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവരുടെ വർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ എന്താണ് health staff being frequently supported and supervised. Health staff എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവരെ മോണിറ്റർ ചെയ്യുകയും വേണം. Have ample and competent staff to
പ്രൊവൈഡ് കെയർ. എന്താ പറയുന്നത്? പേഷ്യൻസിന് കെയർ കൊടുക്കാൻ വേണ്ടതായിട്ടുള്ള മതിയായ രീതിയിലുള്ള ജീവനക്കാര് അവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ സ്റ്റാഫ് ബീയിങ് ഡിസിപ്ലിൻ അല്ലെ, ഡിസിപ്ലിൻ പാലിക്കുക. അതുപോലെ തന്നെ എന്താണ്? പ്രൊവൈഡിങ് നെസസറി റിസോഴ്സസ് ഫോർ വർക്ക്. അവരെ വർക്ക് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള റിസോഴ്സസുകൾ, ആവശ്യത്തിനുള്ള റിസോഴ്സസുകൾ അവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഹെൽത്ത് കെയർ മാനേജർ ചെയ്യേണ്ടത്. പല രീതിയിൽ വർക്കും കാര്യങ്ങളും ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? പോയിന്റ് ഓഫ് പേഷ്യൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡറുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഹെൽത്ത് കെയർ മാനേജറുടെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് വരുന്നുണ്ടോ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ ഇത്? ഓക്കെ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അക്രഡിറ്റേഷൻ. ഓക്കെ, അക്രഡിറ്റേഷൻ. നിങ്ങൾ അക്രഡിറ്റേഷൻ കേട്ടിട്ടുണ്ടോ? പഠിച്ചായിരുന്നോ? നാബ് ഒക്കെ നാബ് പഠിച്ചിട്ടുണ്ടോ? എടുത്തോ നിങ്ങൾക്ക് ചാപ്റ്റർ? നാബ് എടുത്ത് തുടങ്ങിയോ? ഇല്ല മിസ്സേ. ഇല്ല, തുടങ്ങിയിട്ടില്ല. ഓക്കെ ഓക്കെ. അക്രഡിറ്റേഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ. Accreditation is a process in which any entity, separate and distinct from the healthcare organization, normally non-governmental. So, accreditation എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാം, ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിന്, ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് എന്താണ്? ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കുന്നു, അതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ചില സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ടാവും. ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. നമ്മള് തുടർന്ന് പേജിലൊക്കെ നമ്മൾ പഠിക്കും, വായിച്ച് പഠിക്കും. ഓക്കെ, അപ്പൊ അതിന് ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് അവർ പാലിച്ചാൽ മാത്രമേ അംഗീകാരം കിട്ടുകയുള്ളൂ. നമ്മളിപ്പോ ഓഡിറ്റിൽ പഠിച്ചില്ലേ, ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്, ആ നിലവാരം അവർ പുലർത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രമാണ് എന്ത്, ആ നിലവാരത്തിലൂടെ ആ ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുള്ളൂ അല്ലെ. ആ സ്റ്റാൻഡേർഡ് അവർ പാലിക്കണം. പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആ സ്റ്റാൻഡേർഡ് അവർ പാലിച്ചാൽ മാത്രമാണ് അവർക്ക് അങ്ങനെയുള്ള അംഗീകാരം കിട്ടുകയുള്ളൂ, അക്രഡിറ്റേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ അവർ ആ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി അക്രഡിറ്റേഷൻ സ്ഥാപനം എന്ന് പറയുന്നത്, ഒന്നുകൂടി പറയാം കേട്ടോ. അക്രഡിറ്റേഷൻ സ്ഥാപനം എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ ഗവൺമെന്റൽ സ്ഥാപനം. ഓക്കെ, അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് വേണമെങ്കിൽ മലയാളത്തിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ട് ഒരു സ്ഥാപനത്തിന് അംഗീകാരം കൊടുക്കുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കുന്നു, അതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അക്രഡിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് അക്രഡിറ്റേഷൻ ഏജൻസി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മിസ്സിന്റെ ടെസ്റ്റിൽ അക്രഡിറ്റേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അക്രഡിറ്റേഷൻ ഏജൻസിയെങ്കിൽ ടെക്സ്റ്റിലും അതുപോലെ തന്നെ സ്ക്രീനിലൊക്കെ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, അക്രഡിറ്റേഷൻ ഏജൻസി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അക്രഡിറ്റേഷൻ ഏജൻസീസ് പ്രോസസ് എന്നാണോ കൊടുത്തിരിക്കുന്നത്? പ്രോസസ് ഇല്ല. അക്രഡിറ്റേഷൻ ഈസ് എ ഏജൻസി എന്നായിരിക്കും അല്ലെ, എൻറ്റിറ്റി എന്നാണ്. ഓക്കെ 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 ഓക്കെ, എൻറ്റിറ്റി കൊടുത്താൽ മതി കേട്ടോ. അക്രഡിറ്റേഷൻ ഈസ് എ എൻറ്റിറ്റി, സെപ്പറേറ്റ്. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഏജൻസി അല്ല.
അങ്ങനെ പഠിച്ചാൽ മതിയാണ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. അപ്പൊ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സ്ഥാപനത്തിന് അംഗീകാരം, ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ നോൺ ഗവൺമെന്റൽ സ്ഥാപനങ്ങളാണ്, ഒരു സ്ഥാപനമാണ് അക്രഡിറ്റേഷൻ സ്ഥാപനം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, as is the healthcare organization to decide if it meet a set of needs planned to improve the safety and quality of care. എന്താ പറയുന്നത്, ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും അല്ലെ. ആ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് അവർ പാലിക്കണം. മനസ്സിലായോ? കൃത്യമായിട്ട് ആ സ്റ്റാൻഡേർഡ്സ് പാലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ലഭിക്കും? അംഗീകാരം അല്ലെ, അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ. ആ സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റാൻഡേർഡ്സ് വെക്കുന്നത്? സ്റ്റാൻഡേർഡ്സ് വെച്ചിരിക്കുന്നത് എന്താണ്? കൃത്യമായിട്ടുള്ള പരിചരണത്തിന്റെ ആ ക്വാളിറ്റി, അവിടെ കൊടുക്കുന്ന സർവീസിന്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തന്നെ നമ്മൾ ഓഡിറ്റിംഗ് പഠിച്ചത്, അവിടെ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ് ക്വാളിറ്റിയോടെയാണോ അല്ലെ? ഓഡിറ്റ് എങ്ങനെയാ ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിൽ അവർക്ക് എത്താൻ പറ്റുന്നുണ്ടോ? ക്വാളിറ്റി കെയർ ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണല്ലേ നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ്, അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്? പരിചരണത്തിന്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അക്രഡിറ്റേഷൻ ഈസ് എ യൂഷ്വലി വോളണ്ടറി. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വമേധയാ നടക്കുന്ന ഒരു പ്രേരണയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. സ്വമേധയാ നടക്കുന്നതാണ്. അപ്പൊ ആരുടെയും റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ആരുടെയും പ്രേരണയോ മൂലമല്ല ഈ അക്രഡിറ്റേഷൻ ഓരോ ഹോസ്പിറ്റലുകൾക്കും കിട്ടുന്നത്. അതെന്താണ്? ആ സ്റ്റാൻഡേർഡ്സ് അവര് ആ നിലവാരത്തിൽ പോകുന്നുണ്ട്, നല്ല ക്വാളിറ്റി കെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? അക്രഡിറ്റേഷൻ കിട്ടും. അത് ആരുടെയോ നിർബന്ധമോ അല്ലെങ്കിൽ പ്രേരണയോ റെക്കമെൻഡേഷനോ മൂലമല്ല ഹോസ്പിറ്റലുകൾക്ക് കിട്ടുന്നത്. ഇതൊരു സ്വമേധയാ നടക്കുന്നൊരു കാര്യമാണ്. ഇനി എന്താണ്? ഇറ്റ് ഹാസ് gained worldwide attention as an effective quality assessment and management tool. ഫലപ്രദമായ ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നതിനും വിലയിരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ അക്രഡിറ്റേഷൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഫലപ്രദമായ ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നതിനും അത് വിലയിരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ അക്രഡിറ്റേഷൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് 3 പോയിന്റിൽ പറയുന്നത്. ഫസ്റ്റ് ഒന്നും കൂടി പറയാം. ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് എന്താണ്? ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് പാലിച്ചു കഴിഞ്ഞാലേ അവർക്ക് അംഗീകാരം, അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സുകൾ വെച്ചിരിക്കുന്നത്? അവരുടെ ആ പരിചരണത്തിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ സേഫ്റ്റിയും ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് രോഗികൾക്ക് കൊടുക്കുന്ന സേഫ്റ്റിയോടെയാണ്. സേഫ്റ്റിയും അതുപോലെ തന്നെ അത് പരിചരണത്തിന്റെ നിലവാരവും ആ ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് വെച്ചിരിക്കുന്നത്. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് വോളണ്ടറി ആണ് അല്ലെ, സ്വമേധയാ നടക്കുന്ന ഒരു കാര്യമാണ്. വോളണ്ടറി, ആരുടെയും റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ആരുടെയും പ്രേരണയോ മൂലമല്ല, സ്വമേധയാ നടത്തുന്നൊരു പ്രേരണയാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് എന്താണ്? ഫലപ്രദമായിട്ടുള്ള ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നതിനും അത് വിലയിരുത്തുന്നതിനും മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ അക്രഡിറ്റേഷൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അക്രഡിറ്റേഷൻ അതുപോലെ
മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, ക്വാളിറ്റി, ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എക്സാമിൽ വരുന്നത് മിസ് ഇത് പാഠഭാഗങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് മീറ്റിംഗ് പറഞ്ഞുതരാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ട് വായിച്ചു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് നാബൊക്കെ എടുക്കുമ്പോൾ കൃത്യമായിട്ടൊക്കെ മനസ്സിലാവും. ചിലപ്പോൾ ഇത് ഒരു പുതിയ പോർഷൻ ആയതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നില്ലേ എടുക്കുന്നത്? ക്ലിയർ അല്ലേ? അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ലാബ് അല്ല, നാബ്, NABH. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. മിസ് പറയുമ്പോൾ മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ പോയിന്റ് അവിടെ എഴുതി വെക്കുക. അപ്പൊ പിന്നീട് വായിക്കുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് ഭാഗം സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ബെനിഫിറ്റ് നോക്കാം കേട്ടോ. ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്. അല്ലെ, ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ് ട്രസ്റ്റ്. ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്. വിശ്വാസം. എന്താണ്? നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ആ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നതെങ്കിൽ എന്താണ്? പബ്ലിക്കിന് ഒരു വിശ്വാസം ഉണ്ടാവില്ലേ? അതാണ് പറയുന്നത് ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്. പ്രൊവൈഡ് സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്. അവിടെ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ അവിടെ വരുന്ന പേഷ്യൻസിനായാലും സേഫ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ പാലിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയില് കൃത്യമായിട്ടുള്ള സേഫ്റ്റിയിലൊക്കെയാണ് അവർ ഓരോ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ്. ഇനി നമ്മള് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ നിലവാരം പുലർത്തുന്ന ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ അതെന്താണ്? മറ്റു സ്ഥാപനങ്ങളുമായിട്ട് ചർച്ച നടത്തി കരാറിലൊക്കെ ഏർപ്പെടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ സഹായം അങ്ങനെയുള്ളൊരു കാര്യവും കൂടി ഈ അക്രഡിറ്റേഷൻ വഴി ഹോസ്പിറ്റലുകൾക്ക് ലഭിക്കുന്നുണ്ട്. മനസ്സിലായോ? മറ്റു സ്ഥാപനങ്ങളുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് എന്തെങ്കിലും ഇപ്പോ പുതിയ പുതിയ ടെക്നോളജീസോ അല്ലെങ്കിൽ പുതിയ പുതിയ സർവീസോ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മറ്റു പല സ്ഥാപനങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് ചർച്ച നടത്തി അത് ഇപ്പൊ നമുക്കറിയാം മറ്റു പല സ്ഥാപനങ്ങളും നമ്മുടെ കൂടെ ചേർത്ത് ചർച്ച നടത്തണം എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത് അല്ലെ. അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ഇവിടേക്ക് ആരും വരില്ല അല്ലെ ഹോസ്പിറ്റലിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? കണക്ഷൻ കിട്ടിയോ നിങ്ങൾക്ക്?
അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാൻഡേർഡോട് കൂടി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ മറ്റു സ്ഥാപനങ്ങളുമായിട്ട് ചർച്ച നടത്തി നമുക്ക് എന്താണ് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിസൺ ടു പേഷ്യന്റ് and their families, respect their rights and involve them in the care process as partners. എന്താണ് അവിടെ വരുന്ന പേഷ്യൻസിനെയും അവരുടെ ഫാമിലീസിനെയും റെസ്പെക്ട് ചെയ്യാനായിട്ടുള്ള ഒരു റെസ്പെക്ട് കൊടുക്കണം അല്ലെ. അത് എന്താണ് അവരുടെ നീഡ്സ് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാനായിട്ട് ആ സ്റ്റാൻഡേർഡിൽ പറയുന്നുണ്ട്. ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ആ സ്റ്റാൻഡേർഡിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഫാമിലിയെ നമ്മൾ മാനിച്ചുകൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള നീഡ്സ് വാൻസ് അനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ ജനറേറ്റ് കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്. എന്താ പറയുന്നത്, അവരുടെ എന്താണ് നിങ്ങൾ പബ്ലിക് റിലേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടോ? പബ്ലിക് റിലേഷൻ പഠിച്ചു. അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഓപ്പൺ ഡേ ഹൗസ് എന്നൊക്കെ. ഓപ്പൺ ഡേ ഹൗസ് ഓർക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അവിടെ എന്താണ് അക്രഡിറ്റേഷൻ ഇപ്പൊ കിട്ടിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും നേരിട്ട് നമുക്ക് കണ്ട് പോയി എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും, നേരിട്ട് കണ്ട് പഠിക്കാനായിട്ട് പറ്റും. അതാണ് ഓപ്പൺ ടു ലേണിംഗ്. അവിടെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിലവാരമുള്ള ഹോസ്പിറ്റലാണ്, നല്ല സർവീസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേരിട്ട് കണ്ടുപോയിട്ട് എല്ലാ കാര്യങ്ങളും നേരിട്ട് ലേൺ ചെയ്യാനായിട്ട് പറ്റും. ഇനി എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. അപ്പോ നമുക്ക് ഒരിക്കലും അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ തുടർന്നുള്ള ഇയേഴ്സിൽ നമുക്ക് എന്താണ് അക്രഡിറ്റേഷൻ കിട്ടണമെന്നില്ല. മനസ്സിലായോ? ഒരു പ്രാവശ്യം അക്രഡിറ്റേഷൻ കിട്ടിയ അംഗീകാരം കിട്ടിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ തുടർന്നുള്ള ഇയേഴ്സിലും തുടർന്നുള്ള വർഷങ്ങളിലും അക്രഡിറ്റേഷൻ ലഭിക്കണമെന്നില്ല. കാരണം എന്താണ്, സ്റ്റാൻഡേർഡ്സ് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ ആ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്താൽ മാത്രമേ അക്രഡിറ്റേഷൻ കിട്ടുകയുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എന്താണ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. എല്ലാവരും അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. സ്റ്റാഫ് എന്താണ് ചെറിയ സ്റ്റാഫ് മുതൽ വലിയ സ്റ്റാഫ് വരെ എല്ലാ സ്റ്റാഫും എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ലഭിക്കുകയുള്ളൂ. ഒരു ഇയർ ഇന്ന് ഈ പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞ ഹോസ്പിറ്റൽ ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ലഭിക്കണമെന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടിരിക്കണം. സ്റ്റാൻഡേർഡ്സ് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ചിട്ട് ആ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പാലിച്ചുകൊണ്ടേയിരിക്കണം. ആ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ തുടർന്ന് നമുക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ നമ്മൾ പറഞ്ഞത് ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്, പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്, നെഗോഷിയേറ്റ് വിത്ത് the sources of payment, listen to patients and their families, respect their rights, and involve them into the care process as partners, generate the culture that is open to learning, establish collaborative leadership and continuous leadership. Next ആണ് introduction to JCI. Okay, introduction to JCI. Okay, JCI എന്ന് പറഞ്ഞാല് stands for ചോദിക്കാറുണ്ട് Joint Commission International. Joint Commission International was established in the late 1990s to observe a hospital outside the United States. Okay, so JCI എന്ന് പറഞ്ഞാല് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ്. അത് വന്നിരിക്കുന്നത് എന്താണ്, 1990s. അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറമെയുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യാൻ നിയമിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ഇത്
JCI എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറമെ, ഔട്ട്സൈഡ് എന്നാണ് പറയുന്നത് അല്ലെ. യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറമേയുള്ള സ്റ്റേറ്റുകളെയൊക്കെ, പുറമേയുള്ള ഹോസ്പിറ്റലുകളെ, യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറമേയുള്ള ഹോസ്പിറ്റലുകളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ള ഒരു സംഘടന. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ JCI ഫോം ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറമേയുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ള സംഘടനയാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഇന്റർനാഷണൽ പരമായിട്ട് ഹോസ്പിറ്റലുകൾക്ക് നല്ല നിലവാരത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് JCI. യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? JCI എന്ന് പറഞ്ഞാല് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ്. 1990s വന്നിരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറമേയുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് JCI സ്ഥാപിതമായിരിക്കുന്നത്. ഇനി JCI, which is also not for profit, presently accredits facilities in Asia, Europe, Middle East and South America. JCI എന്ന് പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ് അല്ലെ, നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ്. എന്താണ്? ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമാണ്. ഇതാണ് അവിടെ അർത്ഥമാക്കുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ്, ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമാണ്. ഇനി presently accredits facilities Asia, Europe, the Middle East and South America. Presently നിലവില് അക്രഡിറ്റേഷൻ സൗകര്യങ്ങൾ കൊടുക്കുന്നത് ആർക്കൊക്കെയാണ്? JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ആർക്കൊക്കെയാണ്? ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, അതുപോലെ സൗത്ത് അമേരിക്ക, ഇവർക്കൊക്കെയാണ് അക്രഡിറ്റേഷൻ ലഭ്യമാക്കുന്നത് നിലവില്. അതുപോലെ തന്നെ എന്താണ്? A count of JCI accredited hospital worldwide, a list on JCI website till 2015 shows 820 hospitals in 47 and above countries. അപ്പോ 2005 ലിസ്റ്റ് പ്രകാരം, 2005 ആ ലിസ്റ്റ് പ്രകാരം വേൾഡ് വൈഡ് ആയിട്ട് JCI അക്രഡിറ്റേഷൻ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെ ഹോസ്പിറ്റലാണ്? Above 47 കൺട്രീസില് 820 ഹോസ്പിറ്റൽസുകൾക്കാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? അക്രഡിറ്റേഷൻ നൽകിയിട്ടുള്ളത്. മനസ്സിലായോ? വേൾഡ് വൈഡ് 2005 ലിസ്റ്റ് പ്രകാരം വേൾഡ് വൈഡ് ആയിട്ട് 820 ഹോസ്പിറ്റലുകൾക്കാണ് JCI അംഗീകാരം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല, 2005 എന്നാണല്ലേ പറഞ്ഞത്. 2015 പെട്ടെന്ന് പറഞ്ഞത് തെറ്റിയതാണ്. 2015. ഇനി ഇന്ത്യയിലാണെങ്കിലോ, അണ്ടർലൈൻ ചെയ്ത് വെച്ച്, ഇന്ത്യയിലാണെങ്കിൽ എത്ര ഹോസ്പിറ്റലുകൾക്കാണ് അംഗീകാരം കൊടുത്തിട്ടുള്ളത്? 21 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. മനസ്സിലായോ? 21 ആണ്. നമ്മുടെ ഇന്ത്യയിലെ കാര്യം ചിലപ്പോൾ ചോദിക്കാം. 21. ഓക്കെ, 21 അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ JCIയുടെ സ്റ്റാൻഡ്സ് ചോദിക്കാറുണ്ട്. ഫോം ചോദിക്കാം. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. ഇനി JCI സ്റ്റാൻഡ്സ് ഫോർ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇനി എന്താണ്? ഇറ്റ് ഈസ് എ US based not for profit accreditation body അല്ലെ, ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമാണ്. which sits and addresses standards for healthcare providers level of performance in the key functional areas like patient rights, patient treatment and infection control. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞു? US based ആയിട്ടുള്ള ഒരു
ഫോർ പ്രോഫിറ്റ് ലാഭേച്ഛ ഇല്ലാത്ത ഒരു സ്ഥാപനമാണ് JCI എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡുകൾ അനുസരിച്ചിട്ട് ലെവൽ ഓഫ് പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കും. ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവുമല്ലോ, ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് ഓരോ ഹോസ്പിറ്റലും പെർഫോം ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കും. ക്വാളിറ്റിയോടെയാണോ കൊടുക്കുന്നത് സർവീസുകള്, നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് വരുത്തുന്നുണ്ടോ, അങ്ങനെ ഓരോ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് അവരുടെ ലെവൽ ഓഫ് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോ എന്താണ് പേഷ്യന്റ് റൈറ്റ്സ്, പേഷ്യന്റിന്റെ അവകാശങ്ങൾ, അവരുടെ ട്രീറ്റ്മെന്റുകൾ, പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ, ഈ 3 കാര്യങ്ങളിലും പ്രധാനമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. ഈ 3 മേഖലകളും എന്താ ചെയ്യുന്നത്, പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകളായിട്ടാണ് JCI നോക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഈ 3 മേഖലകൾ എന്ന് പറയുന്നത്. പേഷ്യൻസിന്റെ അവകാശങ്ങൾ, പേഷ്യൻസ് റൈറ്റ്സ്, പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ, ഈ 3 കാര്യങ്ങളിലും കറക്റ്റ് ആയിട്ടാണോ അവര് പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പേഷ്യൻസിന് സർവീസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമായിട്ടും ഈ 3 മേഖലകൾ നോക്കിയിട്ടാണ് അവര് ശ്രദ്ധിക്കുന്നത്. ഓരോ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കി 3 കാര്യങ്ങളും നോക്കി മനസ്സിലാക്കി എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ, എന്തെങ്കിലും കറക്റ്റ് ആയിട്ടാണോ സർവീസ് കൊടുക്കുന്നത് എന്ന് JCI ശ്രദ്ധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ, മനസ്സിലായോ? പോയിന്റ് 3 മേഖലകളെയും നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ ആ പേഷ്യൻസ് റൈറ്റ്സ്, പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ, ഈ 3 കാര്യങ്ങളും പ്രധാനമായിട്ടും JCI നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് JCI's goals is to improve the quality of healthcare in the international community by giving worldwide accreditation services. എന്താണ് അന്താരാഷ്ട്ര സമൂഹത്തില് നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട്, അന്താരാഷ്ട്ര സമൂഹത്തില് നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് രാജ്യമെമ്പാടും അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകുന്നുണ്ട്. ആരാണ്? JCI. ഓക്കെ, JCIയുടെ ഗോളാണ് പറയുന്നത് to improve quality of health care in the international community by giving worldwide accreditation services. അന്താരാഷ്ട്ര സമൂഹത്തിലെ നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് ലോകമെമ്പാടും അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകുന്നു. ഓക്കെ, നെക്സ്റ്റ് 3 കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. JCI standards would take us to improve patient care, safety and path of continuous quality improvement. എന്താണ് ഇങ്ങനെയുള്ള ഈ JCI സ്റ്റാൻഡേർഡ് പാലിക്കുന്നതിലൂടെ ഓരോ ഹോസ്പിറ്റലുകളും ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നതിലൂടെ എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ് പേഷ്യന്റ് കെയർ, അതുപോലെ അവിടെ സുരക്ഷ അവർക്ക് കൊടുക്കുന്ന അല്ലെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. പാത്ത് ഓഫ് ദ കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, നമ്മുടെ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടോ, അവിടെ കൊടുക്കുന്ന കെയറിൽ സർവീസിൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനകത്തും ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇങ്ങനെയുള്ള JCI സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നതിലൂടെ എന്തിലൊക്കെ ഇംപ്രൂവ്മെന്റ് ആണ് വരുന്നത്? പേഷ്യന്റ് കെയറില്, സേഫ്റ്റിയില്, പാത്ത് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, 3 കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. This would strengthen patient third party and ensure confidence and would provide us a competitive edge. JCI accreditation കിട്ടിയ ഹോസ്പിറ്റലുകളില് വരുന്ന പേഷ്യൻസിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ ഇതാണ് തേർഡ് പാർട്ടിയാണ് അല്ലെ. അങ്ങനെയുള്ള തേർഡ് പാർട്ടിയൊക്കെ ഒരു ആത്മവിശ്വാസം ശക്തിപ്പെടുത്താനായിട്ട് ആ തേർഡ് പാർട്ടിയുമായിട്ട് ഇങ്ങനെയുള്ള ഇൻഷുറൻസ് കവറേജ് ഒക്കെ കൊടുക്കുന്നില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ പേഷ്യൻസിന് എന്താണ് അവരുടെ ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആണോ? JCI അംഗീകാരം കിട്ടിയ ഹോസ്പിറ്റലുകളിൽ വരുന്ന പേഷ്യൻസിന് ഇൻഷുറൻസ് കമ്പനിയും അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ. തേർഡ് പാർട്ടി അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ ആയിട്ട് ഒരു ആത്മവിശ്വാസം ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ലാസ്റ്റ് പോയിന്റ് നോക്കാം.
JC and accreditation is a gold standard or quality since it reflects the provision of the highest level of the patient care and the patient safety. എന്താ പറയുന്നത് JCA അംഗീകാരം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലെ, ഒരു സുവർണ അവസരമാണ്. ഇങ്ങനെയുള്ള JCA അംഗീകാരം കിട്ടുന്നത് ഒരു സുവർണ നേട്ടമാണെന്ന് പറയുന്നത് അല്ലെ, സുവർണ നേട്ടമുണ്ട്. ഇങ്ങനെയുള്ള ഈ സുവർണ നേട്ടം കിട്ടുന്നതിലൂടെ ഹോസ്പിറ്റലുകളില് പേഷ്യന്റ് കെയറും പേഷ്യന്റ് സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇല്ലേ. ഓരോ ഹോസ്പിറ്റലും ഇങ്ങനെയുള്ള JCA അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്, അവിടെ കൊടുക്കുന്ന സർവീസിൽ നല്ല ക്വാളിറ്റിയോടെയാണ്, നല്ല ഇംപ്രൂവ്മെന്റ് വരുത്തിയിട്ടാണ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. ക്ലിയർ ആയോ? ലാസ്റ്റ് സെന്റൻസ് ഓക്കെയാണോ? ഇങ്ങനെയുള്ള ഈ സുവർണ അവസരങ്ങൾ ലഭിക്കുന്നതിലൂടെ പുറത്തുള്ളവർക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അവിടെ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസിൽ നല്ല ക്വാളിറ്റിയോടെയാണ് കൊടുക്കുന്നത്, നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള കെയർ ആണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ നല്ല സർവീസുകളാണ് രോഗികൾക്ക് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് JCIയിൽ വരുന്നത്. ഏതാണ്? ഇതാണോ പറയേണ്ടത്? ഈ 2 പോയിന്റ് ആണോ ലാസ്റ്റ്? 6ഉം 7ഉമാണോ? ഓക്കെ. ഇറ്റ് ഈസ് US based ആണ്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു, ലാഭേച്ഛയില്ലാത്തൊരു സ്ഥാപനമാണ് അല്ലെ, ലാഭേച്ഛയില്ലാത്തൊരു സ്ഥാപനമാണ് JCI എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ which sits and addresses standards for healthcare providers level of performance in key functional areas like patient rights, patient treatment and infection control. നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് ഓരോ ലെവൽ പെർഫോമൻസും എത്രത്തോളം ഉണ്ട്, അവർ പെർഫോം ചെയ്യുന്ന ഓരോ ലെവലും നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റും. സ്റ്റാൻഡേർഡ്സ് നോക്കി കറക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടോ, സ്റ്റാൻഡേർഡ്സ് നോക്കിയിട്ട് അത് നോക്കി നല്ല രീതിയിൽ അങ്ങനെയുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ പറ്റും. ഇനി അതെങ്ങനെയാണ്? ഈ 3 കാര്യങ്ങളാണ് അവർ നോക്കുന്നത്, JCI നോക്കുന്നത്. പേഷ്യന്റ് റൈറ്റ് ഉണ്ട്, പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട്. 3 കാര്യങ്ങളിലും കറക്റ്റ് ആയിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ടോ, ആ ഹോസ്പിറ്റല് നല്ല രീതിയിൽ ഗുണനിലവാരത്തോട് കൂടിയിട്ട് കൊടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ് വരുത്തി, ചിലപ്പോൾ പേഷ്യന്റ് കെയർ ആവാം, അല്ലെങ്കിൽ പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇംപ്രൂവ്മെന്റ് വരുത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ഈ കാര്യങ്ങൾ 3 കാര്യങ്ങളിലും ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് അംഗീകാരം കൊടുക്കുന്നത്. മനസ്സിലായോ? 3 കാര്യങ്ങളാണ് JCI ശ്രദ്ധിക്കുന്നത്. ഓരോ ഹോസ്പിറ്റലിലും അംഗീകാരം കൊടുക്കുന്നത് ആ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇവരെങ്ങനെയാണ് പേഷ്യന്റിന്റെ അവകാശങ്ങൾ മാനിക്കുന്നുണ്ടോ, പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കറക്റ്റ് ആയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ടോ, ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഇത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കും. ക്ലിയർ ആണോ? ഇനി ലാസ്റ്റ് സെന്റൻസ് കേട്ടോ, 7th പോയിന്റ്, JCI's goals is to improve the quality of healthcare in the international community by giving worldwide accreditation services. എന്താണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്? അന്താരാഷ്ട്ര സമൂഹത്തില് നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ലോകമെമ്പാടും ഈ JCI സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞത് ഇന്റർനാഷണലി ആണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് അല്ലെ, നമുക്കറിയാം. അപ്പൊ ഓരോ ഹോസ്പിറ്റലും നല്ല നിലവാരത്തോട് കൂടിയിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അങ്ങനെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഓരോ ഹോസ്പിറ്റലും എന്തുണ്ടാവും, പ്രവർത്തിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആണോ ആ പോയിന്റ്?
JCI അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ എന്താണ് സമൂഹത്തിൽ നല്ല നമുക്കൊരു നിലവാരത്തിലാണ് ആ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് അറിയാൻ പറ്റില്ലേ. അപ്പൊ അങ്ങനെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് ഗുണനിലവാരത്തോട് കൂട്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ അത് ചെയ്യും. ഓക്കെ, അയച്ചു നോക്കാം കേട്ടോ. ഒമ്പതാമത്തെ പോയിന്റ് പറയാം. തേർഡ് പാർട്ടിയുടെ കാര്യമല്ലേ പറഞ്ഞത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് ദിസ് would strengthen patient third party and ensure confidence and provide as a competitive edge. ഇപ്പൊ എന്താണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഏജൻസി, അതിനെയാണ് നമ്മളിപ്പോ ഇൻഷുറൻസ് കമ്പനീസ് ആവാം, പല ഏജൻസികളും എന്താണ് തേർഡ് പാർട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. എന്താണ് രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണത്തിന് ബന്ധപ്പെട്ട് തേർഡ് പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇൻഷുറൻസ് കമ്പനീസിനെ ഉൾപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ JCI അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന് എന്താണ് നല്ല രീതിയിൽ ഗുണനിലവാരത്തോട് കൂടിയിട്ട് എല്ലാ കെയർ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. അങ്ങനെ കൊടുത്താൽ മാത്രമാണ് എന്ത് അംഗീകാരം കിട്ടുകയുള്ളൂ. അങ്ങനെ അംഗീകാരം കിട്ടിയ ഹോസ്പിറ്റലുമായിട്ട് കൂടി ചേർന്ന് തേർഡ് പാർട്ടി ഇപ്പൊ ഇൻഷുറൻസ് കമ്പനീസും പല ഇൻഷുറൻസ് കമ്പനീസും പ്രവർത്തിക്കുന്നുണ്ടല്ലേ ഇല്ലേ. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കൂടി ചേർന്ന് പല ഇൻഷുറൻസ് കമ്പനീസും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ആ ഇൻഷുറൻസ് കമ്പനീസിന് നല്ലൊരു എന്താണ് ഒരു ആത്മവിശ്വാസം, കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇത്ര വരെ എടുത്തത് ക്ലിയർ ആണോ? 3 പോയിന്റ്സ്. ഇനി ലാബൊക്കെ നിങ്ങൾക്ക് മിസ്സുമാരെടുക്കുമ്പോ ഒന്നും കൂടി ക്ലിയർ ആവും കേട്ടോ. അതില് ലാബ് പഠിക്കാനുണ്ട്, അതുപോലെ JC പഠിക്കാനുണ്ട്. അപ്പൊ ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങളുള്ളൂ. അത് എടുത്ത് കഴിഞ്ഞിട്ട് ഇത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ക്ലിയർ അല്ലേ മിസ് പറഞ്ഞ ഭാഗങ്ങള്? JCI ഓക്കെ ആയിരുന്നോ? നിങ്ങൾക്ക് ക്ലിയർ ആണല്ലേ? ഓക്കെ, അപ്പൊ ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ലാബൊക്കെ എടുക്കുമ്പോ അതൊരു മിസ്സോ അല്ലെങ്കിൽ വായന മിസ്സോ എടുക്കുകയായിരിക്കും. എടുക്കുമ്പോ ഒന്നും കൂടി ക്ലിയർ ആവും കേട്ടോ. അതിന്റെ ഒരു ചെറിയൊരു പോർഷനാണ് നമുക്ക് ക്വാളിറ്റി മാനേജ്മെന്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.